സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച് അടൽ വയോ അഭ്യുദയ യോജന അടിസ്ഥാനമാക്കിയുള്ള പരിപാടി ഹമാരെ ബുസോർഗ് ഹമാര അഭിമാൻ, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. വയോമിത്ര എപ്പിസോഡ് 14, ഒരു ഡിജിറ്റൽ ഇന്ത്യ സംരംഭം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8. ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. Kurayong kaya mayabar santoshikung matano digital India namu digital India kai korka morumayo de munera namu de digital India namu de digital India India. Santoshiku atanu digital India namu digital India kai korka morumayo de munera namu de digital India namu de digital India India namu de digital India India. പേപ്പർ വർക്കുകൾ കുറയും, പ്രായമായവർ സന്തോഷിക്കും. അതാണ് ഡിജിറ്റൽ ഇന്ത്യ, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. കൈകോർക്കാം, ഒരുമയോടെ മുന്നേറാം, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. ഇത് ഓക്കെ അല്ലേ? എനിക്ക് ഓക്കെ ആണ്. മുത്തച്ഛ എന്തായി കാണിക്കുന്നേ? ഇങ്ങനെയാണോ മുത്തച്ഛ സെൽഫി എടുക്കുന്നേ? ഇത് നല്ല തമാശയായി. ആ മോളെ, ഞാനൊരു പഴഞ്ചനല്ലേ. ഞാൻ എങ്ങനെയാ നിങ്ങളുടെ ഡിജിറ്റൽ ഫോണുകളുടെ സാങ്കേതിക വശം മനസ്സിലാക്കുക? മുത്തച്ഛ, ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണ്. മുത്തച്ഛന് വീട്ടിലിരുന്ന് തന്നെ എല്ലാ ജോലികളും ചെയ്യാം. ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് മുത്തച്ഛൻ കേട്ടിട്ടില്ലേ? ഡിജിറ്റൽ ഇന്ത്യയോ? ഇതെന്താ സംഭവം? മുത്തച്ഛ, ഡിജിറ്റൽ ഇന്ത്യ ഒരു അത്ഭുതകരമായ സംരംഭമാണ്. നമ്മൾ ഇന്ന് ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ശ്രോതാക്കളിലേക്ക് ഡിജിറ്റൽ ഇന്ത്യയെ കുറിച്ച് അറിവുകൾ പങ്കുവെക്കാം. അത് കൊള്ളാം. അപ്പോൾ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് ഒരു സെൽഫി എടുത്താലോ? കുറെ നേരമായി മുത്തച്ഛൻ സെൽഫി എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടതല്ലേ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്ന വയോമിത്രയുടെ 14ാമത്തെ എപ്പിസോഡ് ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രായമായവർക്ക് ഡിജിറ്റൽ ഇന്ത്യ അവരുടെ ജീവിതത്തിൽ അർത്ഥവത്തായ ഉൾക്കാഴ്ച വഹിക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് വിശദമായി പങ്കുവയ്ക്കാം. പക്ഷേ തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം എന്നതിനെ കുറിച്ച് പറയട്ടെ. ഈ പ്രത്യേക പരിപാടി നമ്മുടെ വയോധികരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും അവരെ മുഖ്യധാരാ സമൂഹത്തിലേക്ക് നയിക്കാനും അവരുടെ അഭിവൃദ്ധി, ആരോഗ്യം, സുരക്ഷ, അവകാശങ്ങൾ, സാമൂഹിക ബഹുമാനം എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുക എന്നുമുള്ള ഉദ്ദേശത്തോടെയാണ് കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ ഈ പരിപാടി
കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. paperwork കൂരെയും പ്രായമായവർ സന്തോഷിക്കും. അതാണു ഡിജിറ്റൽ ഇന്ത്യ, നമ്മു ഡിജിറ്റൽ ഇന്ത്യ. കൈകോർക്കാം ഓർമ്മയോടെ മുന്നേറാം. നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. പ്രിയ ശ്രോതാക്കളെ, ഡിജിറ്റൽ ഇന്ത്യ സർക്കാർ ജൂലൈ 2015 ആരംഭിച്ച ഒരു മഹത്തായ ദേശീയ സംരംഭമാണ്. നമ്മുടെ രാജ്യത്തെ സാങ്കേതിക വിദ്യ ശാക്തീകരിക്കുകയും ഇന്റർനെറ്റ് സാങ്കേതിക ഉപകരണങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം വഴി രാജ്യത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മുതിർന്ന പൗരന്മാരെ സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കുകയും ഡിജിറ്റൽ ലോകത്ത് അവരെ സ്വയം പര്യാപ്തത കൈവരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുത്തച്ഛ, ഇന്നത്തെ ഈ ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പക്ഷേ നമ്മുടെ പ്രായമായവർക്ക് ഈ ഡിജിറ്റൽ യുഗം ഇന്നും പുതുമയുള്ളതാണ്. ഒരു പരിധിവരെ വെല്ലുവിളി തന്നെയാണ്. അതായത് ഒരു സെൽഫി എടുക്കാൻ ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടതല്ലേ. അതും ശരിയാ. ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ഡിജിറ്റൽ പരിവർത്തനത്തിലേക്ക് നമ്മുടെ പ്രായമായ തലമുറയെ സമന്വയിപ്പിക്കുന്നതിന് നിരവധി നടപടികൾ കൈക്കൊള്ളുകയാണ്. ഇത് അവരുടെ ജീവിതം എളുപ്പമാക്കുക മാത്രമല്ല, അവരുടെ ആരോഗ്യം, സാമൂഹിക ബന്ധങ്ങൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം, മാനസിക ക്ഷേമം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങളുടെ കാലത്ത് പ്രായമായവർ സർക്കാർ സേവനങ്ങൾ, ആരോഗ്യ പരിരക്ഷാ സൗകര്യങ്ങൾ, കുടുംബാംഗങ്ങളുമായി ബന്ധം നിലനിർത്താൻ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സഹായത്തോടെ ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ എളുപ്പമാക്കിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പ്രായമായവർക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതെല്ലാം സാധ്യമായിട്ടുണ്ട്. അവർക്ക് പല പല മേഖലകളിലും ഗണ്യമായ പുരോഗതി വരുത്തുവാനും കഴിയുന്നു. മുത്തച്ഛൻ പറഞ്ഞത് ശരിയാണ്. പ്രായമായവർക്ക് ഡിജിറ്റൽ ഇന്ത്യ സംരംഭം സാങ്കേതിക വിദ്യയുടെ ലോകത്തേക്കുള്ള ചുവടുവയ്പ് കൂടുതൽ എളുപ്പമാക്കി. അവരുടെ ജീവിതശൈലിയിൽ നിരവധി നല്ല നല്ല മാറ്റങ്ങൾക്കും കാരണമായി. ഈ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്ന് നോക്കാം. പണ്ട് ആളുകൾ പരമ്പരാഗത മാർഗങ്ങളിലൂടെ ബന്ധപ്പെടുമ്പോൾ പ്രായമായവർക്ക് പലപ്പോഴും ഏകാന്തത അനുഭവപ്പെട്ടിരുന്നു, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ വിദൂരത്ത് ആയിരിക്കുമ്പോൾ. എന്നാൽ ഇപ്പോൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ അവരുടെ കുടുംബവുമായും സുഹൃത്തുക്കളുമായും ബന്ധം നിലനിർത്തുന്നതിനുള്ള പുതിയതും സൗകര്യപ്രദവുമായ മാർഗം അവർക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്കൊരു റേഡിയോ നാടകം കേൾക്കാം. മുതിർന്ന പൗരന്മാരുടെ ജീവിതത്തിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സംഭാവന നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. നാടകം പുതിയ യുഗം, പുതിയ ലോകം. കഥാപാത്രങ്ങൾ: സാക്ഷി, കൊച്ചുമകൾ ശ്രീ വാസ്തവജി, സാക്ഷിയുടെ അപ്പൂപ്പൻ ഡോക്ടർ പ്രവീന്ദ്ര. നോക്കപ്പൂപ്പ, ഞാൻ ഈ ആപ്പ് വഴി ഡോക്ടറുമായി ഒരു വീഡിയോ കോൾ അപ്പൂപ്പന് വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അപ്പൂപ്പന് വീട്ടിൽ നിന്ന് തന്നെ ഡോക്ടറോട് സംസാരിക്കാം. ഇപ്പൊ അപ്പൂപ്പന് സന്തോഷായില്ലേ? ആഹാ, അങ്ങനെയാണോ? എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ സംസാരിക്കാൻ കഴിയുമെന്നോ? അപ്പോൾ ഇനി ആശുപത്രിയിൽ പോയി നീണ്ട ക്യൂവിൽ നിൽക്കേണ്ട എന്നാണോ? വേണ്ട അപ്പൂപ്പ, ഡിജിറ്റൽ ഇന്ത്യ നമുക്കിതെല്ലാം വളരെ അനായാസമാക്കിയില്ലേ. ഇനി ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അപ്പൂപ്പന്റെ എല്ലാ ആവശ്യങ്ങളും നടത്താൻ കഴിയും. അപ്പോൾ ഈ സ്മാർട്ട് ഫോണുകൾ സിമ്പിളും പവർഫുള്ളുമാണ്. എന്റെ കുട്ടിക്കാലത്ത് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അസുഖം വന്നാൽ പരമ്പരാഗത വൈദ്യനെ സന്ദർശിക്കും. ഇപ്പോൾ കാലം മാറിയില്ലേ? അതെ അപ്പൂപ്പ,
നമ്മൾ ഡിജിറ്റൽ ഇന്ത്യക്ക് നന്ദി പറയണം. ദേ നോക്കൂ, ഈ ലിങ്ക് കണ്ടോ? ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അപ്പൂപ്പന് ഡോക്ടറെ കണ്ട് സംസാരിക്കാം. മോളെ, ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ ശരിയാണോ എന്ന് നോക്കിക്കേ. ഓ, വിഷമിക്കാതെ അപ്പൂപ്പ, ശാന്തമായിട്ടിരുന്ന് ഡോക്ടറിനോട് സംസാരിക്ക്. ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. ഡോക്ടർ ഇപ്പോ ലൈനിൽ വരും. ആ, അതേ ഡോക്ടർ എത്തിയല്ലോ. നമസ്കാരം ശ്രീവാസ്തവജി, സുഖമാണോ? എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഡോക്ടർക്ക് ശരിക്കും എന്നെ കാണാൻ കഴിയുന്നു. ഇതെന്ത് മാജിക്കാണ്? ഇത് മാജിക് അല്ല, ഇതാണ് പുതിയ യുഗത്തിലെ സാങ്കേതിക വിദ്യ. ശ്രീവാസ്തവജി, അങ്ങേക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ എന്റെ ഉപദേശം നേരിട്ട് ലഭ്യമാകും. ഇത് അവിശ്വസനീയമാണ് മോളെ. അപ്പൂപ്പ, ഇനി അപ്പൂപ്പന് സോഷ്യൽ മീഡിയയിലും ചേരാമല്ലോ. അപ്പൂപ്പന് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അതോ വാട്സാപ്പോ, ഏതിലാണ് ചേരേണ്ടത്? എന്താണ് ഫേസ്ബുക്കോ വാട്സാപ്പോ പിന്നെന്താ ഇൻസ്റ്റാഗ്രാമോ? എന്താണിതൊക്കെ? അപ്പൂപ്പനെ, പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെടാം, ഫോട്ടോകൾ കാണാം, പുതിയ അറിവുകൾ പോസ്റ്റ് ചെയ്യാം, വാട്സാപ്പ് വഴി മെസ്സേജുകൾ അയക്കാം, കൂടാതെ വീഡിയോയും ഓഡിയോ കോളും ചെയ്യാം. ബാങ്കിങ് ഇടപാടുകൾ ബാങ്കിൽ പോവാതെ ഇതുവഴി ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും ചെയ്യാം അപ്പൂപ്പ. ഇപ്പോൾ ബാങ്കിൽ പോകണമെന്നില്ല. UPI വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ പണം അടയ്ക്കുകയും കൂടാതെ കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, എല്ലാ ബില്ലുകളും അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. നോക്കപ്പൂപ്പ, പലചരക്ക് കടയിലെ ബില്ലും ഞാൻ അടച്ചിട്ടുണ്ട്. ശരിക്കും ഇത് വളരെ സിമ്പിൾ ആണല്ലോ. ഇനി എനിക്ക് ബാങ്കിൽ എപ്പോഴും പോകേണ്ട ആവശ്യമില്ല. അതെ അപ്പൂപ്പ, ഡിജിറ്റൽ ഇന്ത്യ നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇനി മുതൽ മുത്തച്ഛന് എല്ലാ കാര്യങ്ങളും, അതായത് ആരോഗ്യം, വിനോദം, സാമ്പത്തികം എന്ന് വേണ്ട സുഹൃത്തുക്കളുമായിട്ട് എപ്പോഴും ഇതിലൂടെ ബന്ധപ്പെടാം. എല്ലാം മുത്തച്ഛന് സ്വന്തമായിട്ട് ചെയ്യാം. എത്ര സിമ്പിളാണ് അല്ലേ അപ്പൂപ്പ? അതെ അതെ, ഡിജിറ്റൽ ഇന്ത്യ എന്നെപ്പോലുള്ള വയസ്സന്മാർക്ക് ജീവിതം എത്ര ലളിതമാക്കി. ഇപ്പോഴെനിക്ക് ഡിജിറ്റൽ യുഗത്തിന്റെ ഭാഗമാകാൻ വളരെയധികം ആഗ്രഹമുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ് അപ്പൂപ്പ. ഇനി നമുക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ നിരവധി സന്തോഷങ്ങൾ പങ്കുവെക്കാനും ആസ്വദിക്കാനും പുതിയ അനുഭവങ്ങൾ പങ്കിടാനും സാധിക്കും. നാടകം എങ്ങനെയുണ്ടായിരുന്നു മുത്തച്ഛ? നന്നായിരുന്നു മോളെ. ഒരുപാട് കാര്യങ്ങള് നമുക്കിതിന്ന് പഠിക്കാൻ പറ്റി. നോക്കൂ മുത്തച്ഛ, സാക്ഷിയുടെ മുത്തച്ഛൻ ഡിജിറ്റൽ ഇന്ത്യയിൽ ചേരുവാൻ തയ്യാറായിരിക്കുകയാണ്. മുത്തച്ഛൻ എന്നാ തയ്യാറാവുന്നത്? ഈ പരിപാടി ഒന്ന് കഴിയട്ടെ, അതിനുശേഷം മോൾ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തു തരണം. അതിൽ ധാരാളം വിജ്ഞാനപ്രദമായ പരിപാടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മുത്തച്ഛൻ കേട്ടത് ശരിയാണ്. നമ്മുടെ റേഡിയോയിൽ നിരവധി വിജ്ഞാനപ്രദമായ പരിപാടികളുണ്ട്. നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്ന മഹാകുംഭമേളയെ പോലുള്ള പരിപാടികൾ. ഏകദേശം 15 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമതീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ദൈവീകമാണ്. മഹാകുംഭമേള നമ്മുടെ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രയാഗ്രാജ്. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ രാജാവ് എന്ന ബഹുമതിയോടെ തീർത്ഥരാജ് എന്നും ഇത് അറിയപ്പെടുന്നു. ഹിന്ദുമത വിശ്വാസപ്രകാരം 12 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന കുംഭമേളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതേസമയം 144 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന ഉത്സവമാണ് മഹാകുംഭമേള. ഇത്തവണ ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയാണ് ആഘോഷിക്കപ്പെടുന്നത്. കോടിക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ഈ ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് സന്യാസിമാരും ഋഷിമാരും ഉൾപ്പെടെ സംഗമത്തിൽ പങ്കുചേരും. ഏകദേശം 15 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന സംഗമതീരത്ത് കോടിക്കണക്കിന് ഭക്തർ മുങ്ങിക്കുളിക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച ദൈവീകമാണ്. ത്രിവേണി സംഗമതീരത്ത് ഈ സമയത്ത് തീർത്ഥസ്നാനം ചെയ്യുന്ന ആളുകൾക്കൊപ്പം രൂപം മാറി ദേവന്മാരും ഇതിൽ പങ്കെടുക്കാറുണ്ട് എന്നാണ് വിശ്വാസം. മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമസ്ഥാനത്ത് മുങ്ങിക്കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം നിരവധി മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.
മഹാകുംഭമേളയുടെ ചരിത്രസാക്ഷിയാകാൻ രാജ്യത്തു നിന്നും വിദേശത്തും അടക്കമുള്ളവർ നിരവധി ആൾക്കാർ ഇവിടെ പങ്കെടുക്കാറുണ്ട്. മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് വിശ്വാസങ്ങളും പാരമ്പര്യവും ഇതിനെ വേറിട്ട് നിൽക്കുന്നു. കുംഭമേളയുടെ ചരിത്രത്തെപ്പറ്റി ചില വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഏറെ വർഷം പഴക്കമുള്ളതാണ് കുംഭമേളയുടെ പാരമ്പര്യമെങ്കിലും ആദി ശങ്കരാചാര്യരാണ് കുംഭമേളയ്ക്ക് ഒരു വ്യവസ്ഥാപിത രൂപം നൽകിയത്. 4 തീർത്ഥസ്ഥലങ്ങളിൽ 4 പീഠങ്ങൾ സ്ഥാപിച്ചുൾപ്പെടെ കുംഭമേളയിൽ സന്യാസിമാരുടെ പങ്കാളിത്തം ഉൾപ്പെടെ അദ്ദേഹം ഉറപ്പുവരുത്തി. ഇന്നും കുംഭമേളയിൽ ശങ്കരാചാര്യ മഠവുമായി ബന്ധപ്പെട്ട് സന്യാസിമാരും ശിഷ്യന്മാരും പങ്കെടുക്കാറുണ്ട്. 12 വർഷത്തിൽ നടന്നു വരാറുള്ള കുംഭമേളയെന്നും 144 വർഷത്തിന് ശേഷം നടക്കുന്നത് മഹാകുംഭമേളയും എന്നാണ് അറിയപ്പെടുന്നത്. ഈ വർഷത്തേത് അത്തരത്തിലുള്ളൊരു മഹാകുംഭമേളയാണ്. ഈ വർഷത്തെ മഹാകുംഭമേള ജനുവരി 17 മുതൽ ഫെബ്രുവരി 26 വരെ നടക്കുന്നു. എന്താണ് മഹാകുംഭമേള? ഏറ്റവും പ്രധാനമായ ആഘോഷമാണ് മഹാകുംഭമേള. ഇത് പ്രയാഗ്രാജിൽ മാത്രമായാണ് നടക്കുന്നത്. പ്രയാഗ്രാജിൽ ഓരോ 12 വർഷത്തിലും പൂർണ്ണ കുംഭമേള നടക്കുന്നു. 11 പൂർണ്ണ കുംഭങ്ങൾ കഴിയുമ്പോൾ 12ാമത്തെ പൂർണ്ണ കുംഭമേളയിൽ മഹാകുംഭമേള എന്നും വിളിക്കുന്നു. 144 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോൾ പ്രയാഗ്രാജിൽ നടക്കുന്നത് മഹാകുംഭമേളയാണ്, അതും 144 വർഷങ്ങൾക്ക് ശേഷം. കുംഭമേളയുടെ ഐതിഹ്യം നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും അമൃത് ലഭിക്കാനായി പാലാഴി കടഞ്ഞു. ലക്ഷ്മി ദേവി, ഐരാവതം, അപ്സരസ്, കൽപ്പവൃക്ഷം, കാമധേനു പശു തുടങ്ങിയ പല അമൂല്യ വസ്തുക്കളും ഇങ്ങനെ ലഭിച്ചു. അവസാനം അമൃത് നിറച്ച പാത്രവുമായി ധന്വന്തരി പ്രത്യക്ഷപ്പെട്ടു. അമൃതകലാശം പുറത്തെടുക്കുവാൻ അത് ലഭിക്കാൻ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം തുടങ്ങി. ഈ യുദ്ധം 12 ദിവസം തുടർച്ചയായി തുടർന്നു. ഈ യുദ്ധം ഭൂമിയിലെ 4 സ്ഥലങ്ങളിൽ പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് കലത്തിൽ നിന്നും ഏതാനും തുള്ളി അമൃത് വീണു എന്നാണ് വിശ്വാസം. ഭൂമിയിൽ അമൃത് തുള്ളികൾ വീണ 4 സ്ഥലങ്ങളാണ് കുംഭമേള നടക്കുന്നത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആർക്കും ഇനി അടുത്ത കുംഭമേളയെക്കുറിച്ച് ചിന്തിക്കാനോ പറയുവാനോ സാധിക്കില്ല. കാരണം 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാപ്രതിഭാസമാണ് കുംഭമേള. ഹിന്ദുവിൻ്റെ പൈതൃകമാണ് കുംഭമേള. പേപ്പർ വർക്കുകൾ കുറയും, പ്രായമായവർ സന്തോഷിക്കും. അതാണ് ഡിജിറ്റൽ ഇന്ത്യ, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. കൈകോർക്കാം, ഒരുമയോടെ മുന്നേറാം, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. മോളെ ലക്ഷ്മി, ഒരു കാര്യം തീർച്ചയാണ്. ഡിജിറ്റൽ ഇന്ത്യയുടെ വരവോടെ വീഡിയോ കോളിലൂടെയും ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രായമായവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരുമായി ബന്ധം നിലനിർത്തുവാൻ വളരെ എളുപ്പമാണ്. അവർക്ക് അവരുടെ കുട്ടികളെയും കൊച്ചുമക്കളെയും സുഹൃത്തുക്കളെയും കണ്ട് സംസാരിക്കാനും ഫോട്ടോസും വീഡിയോസും മെസ്സേജുകൾ വഴി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും കഴിയും. അതുമാത്രമല്ല മുത്തച്ഛ, പ്രായമായവർ പലരും സോഷ്യൽ മീഡിയ വഴി അവരുടെ താല്പര്യങ്ങൾ ചർച്ച ചെയ്യുകയും പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുകയും ഓൺലൈൻ ഫോറങ്ങളിലൂടെയും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെയും സജീവമായി തുടരുന്നു. ഇതവരുടെ ഏകാന്തത കുറയ്ക്കുകയും മാനസികമായി ആരോഗ്യമുള്ളവരായിരിക്കുവാനും അവരെ സഹായിക്കുന്നു. ഇതൊക്കെ കൂടാതെ മറ്റു പല സേവനങ്ങളും ഉണ്ടായിരിക്കും അല്ലേ ലക്ഷ്മി മോളെ? തീർച്ചയായും മുത്തച്ഛ. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഡിജിറ്റലൈസേഷൻ പ്രായമായവർക്ക് നിരവധി നേട്ടങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ ഒരുപക്ഷെ ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ടെലിമെഡിസിൻ, ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷനുകൾ എന്നിവ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുമ്പോൾ അത് അവർക്കൊരു ആശ്വാസവും അനുഗ്രഹവുമാണ്. ഈ മാർഗങ്ങളിലൂടെ അവർക്ക് അവരുടെ ഡോക്ടറുമായി കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യാനും യാത്രാസമയം ലാഭിക്കാനും പറ്റും. അവരുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാനും ഡോക്ടറിൽ നിന്നും ഉപദേശം നേടാനും കഴിയും. കൂടാതെ ആരോഗ്യ ആപ്പുകളും ആയുർവേദ ആരോഗ്യ ആപ്പുകളും ഫിറ്റ്നസ് ട്രാക്കിംഗ് ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളും പ്രായമായവരെ അവരുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ സഹായിക്കുന്നു. മാത്രമല്ല
മരുന്ന് കഴിക്കാൻ സമയമാകുമ്പോൾ അവരെ ഓർമ്മപ്പെടുത്തുന്നതും രക്തസമ്മർദ്ദവും പഞ്ചസാരയുടെ അളവും ട്രാക്ക് ചെയ്യുവാനും ഈ ആപ്ലിക്കേഷനുകൾ അവരെ സഹായിക്കുന്നു. ഓ, എന്തൊരു അത്ഭുതങ്ങളാണ് ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ. മുത്തച്ഛൻ അറിയോ, ബാങ്കിൽ പോകാതെ പ്രായമായവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ആക്സസ് ചെയ്യാനും പണം കൈമാറാനും UPI, നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് ആപ്ലിക്കേഷനുകളിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗും ഉപയോഗിച്ച് ബില്ലുകൾ അടയ്ക്കാനും കഴിയും. മാത്രവുമല്ല, ഓൺലൈൻ പെൻഷൻ സംവിധാനം പ്രായമായവർക്ക് അവരുടെ പെൻഷൻ ലഭിക്കുന്നതിന് എളുപ്പമാക്കുന്നു. അതൊക്കെ ശരി തന്നെ. എന്നാൽ ഈ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ പ്രായമായവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഉണ്ടല്ലോ മുത്തച്ഛ. ഡിജിറ്റൽ സുരക്ഷയും അടിയന്തര സഹായവും പ്രായമായവർക്ക് നിർണായകമാണ്. സുരക്ഷാ ആപ്ലിക്കേഷനുകളിലൂടെയും എമർജൻസി അലർട്ട് സിസ്റ്റങ്ങളിലൂടെയും അടിയന്തര സാഹചര്യങ്ങളിൽ ഉടനടി സഹായം ലഭിക്കും. കൂടാതെ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചും സൈബർ സുരക്ഷയെക്കുറിച്ചും പ്രായമായവരിൽ അവബോധം വളർത്തുന്നതിനും ഓൺലൈൻ ലോകത്ത് സുരക്ഷിതരായിരിക്കാൻ സഹായിക്കുന്നതിനും നിരവധി ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ളത് വീട്ടിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാനും മറ്റും ഡിജിറ്റൽ ഇന്ത്യയിലൂടെ സാധ്യമാകും. എന്നാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ സാക്ഷരതയുടെ അഭാവം ഒരു വെല്ലുവിളിയല്ലേ? ഡിജിറ്റൽ സാക്ഷരതയുടെ അഭാവം കാരണം സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ഇന്റർനെറ്റ്, പല ആപ്ലിക്കേഷനുകൾ എന്നിവ ശരിയായി ഉപയോഗിക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഈ സാഹചര്യത്തിൽ ഓൺലൈൻ തട്ടിപ്പ് ആർക്കും സംഭവിക്കാം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗ്രാമീണ പിന്നാക്ക പ്രദേശങ്ങളിൽ ഈ പ്രശ്നം കൂടുതലായി കാണുന്നുണ്ട്. കാരണം പ്രായമായവർക്ക് സ്മാർട്ട് ഫോണും ടാബ്ലറ്റ്, ഇന്റർനെറ്റ് എന്നിവ ലഭ്യമല്ല എന്നതാണ് ഒരു പ്രധാന കാരണം. മുത്തച്ഛൻ പറഞ്ഞത് ശരിയാ. എന്നാൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇന്റർനെറ്റിന്റെയും സ്മാർട്ട് ഫോണിന്റെയും അടിസ്ഥാന പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രായമായവർക്കായി സർക്കാർ ഡിജിറ്റൽ സാക്ഷരതാ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഓൺലൈൻ തട്ടിപ്പ് തടയുന്നതിനായി പ്രായമായവർക്ക് സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നതിനായി ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും ആരംഭിച്ചിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പിന് ഇരയായാൽ 145667. അപ്പോൾ ഇതാണ് എൽഡർ ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ. സമ്മതിക്കണം ലക്ഷ്മി, നമ്മുടെ പ്രായമായവരുടെ ജീവിതം ഡിജിറ്റൽ ഇന്ത്യ വഴി വളരെ ലളിതമായി കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്ന് ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോൺ IPS മാഡമാണ് ഒപ്പം ഉള്ളത്. സ്വാഗതം മാം. താങ്ക് യു. തന്നെ സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ്. പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ ഫ്രോഡാണ്. നമ്മൾ എന്തെങ്കിലും രീതിയിൽ പറ്റിച്ച് നമ്മുടെ പൈസ തട്ടിയെടുക്കുക എന്നുള്ളത്. പിന്നെ അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഐഡന്റിറ്റി തെഫ്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ അതേ ഫോട്ടോയും പേരും എല്ലാം വെച്ചിട്ട് വേറെ അക്കൗണ്ട്, സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് സൈബർ ബുള്ളിങ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടതിന്റെ ബേസിൽ നമ്മളെ ഒത്തിരി ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലും ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകൾ വരിക. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് ഈ സെക്ഷൽ ഒഫൻസുകൾ. അത് എസ്പെഷ്യലി മോസ്റ്റ്ലി സ്ത്രീകളാണ് ഫേസ് ചെയ്യുന്നത്. സെക്ഷലി കളർഡ് റിമാർക്സ് ഓൺലൈനായിട്ട് അയക്കുക, ഇമേജസ് അയക്കുക, അല്ലെങ്കിൽ ഫോട്ടോസ് മോർഫ് ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, ഇങ്ങനത്തെ കുറേ ഇഷ്യൂസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള സൈബർ ഒഫൻസുകൾ നമ്മൾ റെഗുലറായിട്ട് കാണുന്നുണ്ട്. എല്ലാ ആപ്പുകളും അതുപോലെ തന്നെ ഈവൻ നമ്മുടെ ഫോൺ പോലും നമ്മളെ പറ്റിയുള്ള പല രീതിയിലുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലായിട്ടുള്ള ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സാപ്പ് ആണെങ്കിലും നമ്മൾ അതിന്റെ പ്രൈവസി സെറ്റിംഗ്സിൽ കൃത്യമായിട്ട് നമ്മൾ പോയി പഠിച്ച് നമ്മൾ നോക്കിയാൽ മാത്രമേ നമ്മൾ എന്തൊക്കെ ഡേറ്റയാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം അവർ എടുക്കുള്ളൂ. അല്ലെങ്കിൽ അവർ ഡീഫോൾട്ടായിട്ട് ഇഷ്ടം പോലെ ഡേറ്റ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആസ്പെക്ട് നമ്മൾ ആസ് ലോങ് ആസ് വി ആർ യൂസിങ് എ സ്മാർട്ട് ഫോൺ എല്ലാ ആപ്പിലും ഉള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മൾ എന്തൊക്കെ ഡേറ്റയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ട്രൂ കോളർ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ന്യൂസ് എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോഴും അത് ബാൻ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ അകത്തും ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് സെറ്റിംഗ്സ്, അതിന്റെ സെറ്റിംഗ്സ് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഇല്ല എന്നാണ് നമുക്ക് സോഫാർ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സർക്കാരിന്റെ ഒരു ഇന്റിമേഷൻ ഇല്ലാണ്ട് നമുക്ക് അങ്ങനെ പറയുന്നത് ശരിയായിരിക്കില്ല. ഒരു രീതിയിലുള്ള തട്ടിപ്പിനെ പറ്റി അറിയിപ്പ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുമ്പോൾ പിന്നെ ആൾക്കാർ അതിനെപ്പറ്റി വേറെ ആ രീതിയിലുള്ള തട്ടിപ്പുകൾ പെടാണ്ടിരിക്കും. പക്ഷെ അപ്പം തന്നെ മോഡസ് മാറും. പിന്നെ തട്ടിപ്പ് മോഡസ് മാറിക്കഴിയുമ്പോൾ പിന്നെ അതിനെപ്പറ്റിയുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴത്തേക്കും കുറെ അങ്ങനെ പൈസ പോയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു കോൺസ്റ്റന്റ്ലി ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഓർക്കാണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ വെർച്വൽ അറസ്റ്റിന്റെ ഇപ്പം
കുറേ കേസുകൾ വരുന്നുണ്ടല്ലോ ഇപ്പോൾ. അത് പക്ഷേ എനിക്ക് തോന്നുന്നൊരു കഴിഞ്ഞൊരു 3-4 months ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം കേസുകൾ വന്നത്. പക്ഷേ അതിൻ്റെ തുടക്ക സമയത്ത് ഞാൻ അന്ന് വേറൊരു ജില്ലയിൽ SP ആയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഓർക്കണമെന്ന് വെച്ചാൽ അന്ന് ഈ വെർച്വൽ അറസ്റ്റിന് നമുക്കും അങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ വന്ന് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ ഇൻസിഡൻസ് നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പം എൻ്റെ ഒഫീഷ്യൽ മെയിൽ ID ഒരു മെയിൽ വന്നു, നിങ്ങളുടെ മെയിൽ ID ഇങ്ങനെ ഏതോ ഒരു CBIൻ്റെ ഒക്കെ ഒരു എംപ്ലോക്ക് വെച്ചിട്ട് എന്തോ ഒരു പോൺ സൈറ്റിലോട്ട് കയറിയിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെതിരെ കേസെടുക്കാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നു. ആര് വായിച്ചാലും പെട്ടെന്ന് നമ്മൾ എന്തോ ഒരു അതെ ഇപ്പൊ പിന്നെ ഇത് കണ്ടു നമുക്കറിയാം. പക്ഷെ ആദ്യമേ ഇത് കാണുന്ന അപ്പൊ അതാ പറഞ്ഞാൽ ആ മോഡസ് മാറി മാറി വരുന്നോണ്ടുള്ളൊരു പറഞ്ഞ പോലെ നമുക്ക് ഈ ഓരോ മോഡസ് വരുമ്പോഴാണ് നമ്മൾ ഇന്ന കാര്യങ്ങളെ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇത് പരമാവധി ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വയോധികരെന്നും മദരിച്ചിടണം, വഴിയിൽ വീഴാതെ കാണിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓർക്കാം സ്നേഹിക്കാം ആദരവായി, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി, കൈപിടിച്ചിടാം സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ. വയോധികരെന്നും മദരിച്ചിടണം, വഴിയിൽ വീഴാതെ താങ്ങിടണം. കാലം പതുക്കെ എനിക്കും നിനക്കും പ്രായത്തിനാധിക്യം സമ്മാനിക്കും. ഓക്കാം സ്നേഹിക്കാം ആദരവാൽ, നരയും ചുളിവെല്ലാം നെഞ്ചിലെത്തി, കൈപിടിച്ചിടാം സഹായിച്ചിടാം. വയോധികർ നാടിൻ അഭിമാനമല്ലോ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിച്ച പരിപാടി വയോമിത്ര. നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 14. ഒരു ഡിജിറ്റൽ ഇന്ത്യ സംരംഭം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിടാൻ പ്രായമായവരെ സഹായിക്കുക, അവരുടെ അവകാശങ്ങളെയും സുരക്ഷയെയും കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. ഈ പരിപാടിയിലൂടെ ഡിജിറ്റൽ ഉപകരണങ്ങളും സേവനങ്ങളും അവരുടെ ജീവിതം എങ്ങനെ ലളിതവും സംതൃപ്തി ഉളവാക്കുന്നതുമാക്കാമെന്ന് മനസ്സിലാക്കാൻ പ്രായമായവരെ സഹായിക്കാനാകും. സമൂഹത്തിൽ പ്രായമായവരോട് ആദരവും ബഹുമാനവും വളർത്താൻ ഈ സംരംഭത്തിന് കഴിയും. അവർക്ക് മാന്യമായ സ്ഥാനം നൽകുന്നതിനും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ സമന്വയിപ്പിക്കുന്നതിനുമുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ് ഡിജിറ്റൽ ഇൻക്ലൂഷൻ എന്ന് തെളിയിക്കാനാകും. നമ്മുടെ വയോധികർക്ക് സാങ്കേതിക പുരോഗതിയിൽ നിന്നും പ്രയോജനം നേടുക മാത്രമല്ല,
ശരിയായ മാർഗനിർദ്ദേശവും സഹായവും സ്വീകരിക്കുകയും വേണം. സമൂഹത്തിൽ സജീവവും ശാക്തീകരിക്കപ്പെട്ടതുമായ അംഗങ്ങളാകാൻ അവരെ സഹായിക്കുക എന്നതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ലക്ഷ്യം. അതിലൂടെ അവർക്ക് സമൂഹത്തിൽ സജീവവും ശക്തവുമായ അംഗങ്ങളാകാനും അവരാൽ കഴിയുന്ന സംഭാവനകൾ നൽകാനും സമൂഹത്തിൽ അവർക്ക് ശ്രേഷ്ഠമായ ഒരു സ്ഥാനവും ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 14567 എന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക. അതുവരെ നന്ദി, നമസ്കാരം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. ഹൃദയങ്ങളിൽ നിന്നും ഹൃദയങ്ങളിലേക്ക്. Paperwork kalkurayum പ്രായമായവർ സന്തോഷിക്കും. അതാണ് ഡിജിറ്റൽ ഇന്ത്യ, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. കൈകൊടുക്കാം ഒരുമയോടെ മുന്നേറാം നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. കൈകൊടുക്കാം ഒരുമയോടെ മുന്നേറാം നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ, നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. kalkurayum പ്രായമായവർ സന്തോഷിക്കും. അതാണ് ഡിജിറ്റൽ ഇന്ത്യ, നമ്മുടെ ഡിജിറ്റൽ